24th January ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 15. ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ആൽക്കഹോൾ ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. ടോപ്പിക് ആൽക്കഹോൾസിന്റെ അസൈലേഷൻ ആണ്. A hydroxy compound X with molar mass 122 gram per mole is acetylated with acetic anhydride using a large excess of the reagent ensuring complete acetylation of all the hydroxyl groups. The product obtained has a molar mass of 290 grams per mole. The number of hydroxyl groups present in the compound is. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ഹൈഡ്രോക്സി കോമ്പൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. മീൻസ് ഒരു ആൽക്കഹോൾ നമ്മുടെ കയ്യിലുണ്ട്. അതിനെ ലാർജ് എക്സസ് അസറ്റിക് അൻഹൈഡ്രൈഡ് കൊണ്ട് അസറ്റൈലേഷൻ നടത്തുകയാണ്. അസറ്റൈലേഷൻ നടത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ കാണിച്ചിരിക്കുന്ന ഹൈഡ്രജന് പകരം ഒരു അസറ്റൈൽ ഗ്രൂപ്പ് കയറി വരും. ഒരു OH ഉള്ളതെങ്കിൽ അതിൽ ഒരു എച്ചിന് പകരം ഒരു അസറ്റൈൽ ഗ്രൂപ്പ് കയറി വരും. COCH3 ഗ്രൂപ്പ് കയറി വരും. റെഡി അല്ലേ? ഒരു COCH3 ഗ്രൂപ്പ് കയറി വരുമ്പോൾ മോളാർ മാസിൽ ഉണ്ടാവേണ്ട ഇൻക്രീസ് 43 ഗ്രാമിന്റെ ആണ്. ശരിയല്ലേ? ആ. പക്ഷെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഗ്രൂപ്പ് കയറി വരുന്നത് എന്നുള്ളത് തന്നെ ടോട്ടൽ ഇൻക്രീസ് എന്ന് പറയുന്നത് 43 - 1. അപ്പോൾ 42 ഗ്രാമിന്റെ ഇൻക്രീസ് ആണ് ഒരു തവണ അസറ്റൈലേഷൻ നടന്നാൽ സംഭവിക്കേണ്ടത്. എന്നുവെച്ചാൽ ഒരു OH ഉള്ളൂ എങ്കിൽ അതിന് അസറ്റൈലേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ആൽക്കഹോളിന്റെ മാസിൽ എത്ര ഇൻക്രീസ് ഉണ്ടാവുക? 42 ഗ്രാമിന്റെ ഇൻക്രീസ് ആണ് ഉണ്ടാവുക. ഇവിടെ എത്ര ഇൻക്രീസ്? 122 ഉണ്ടായിരുന്നത് 290 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ടോട്ടൽ ഇൻക്രീസ് എന്ന് പറയുന്നത് 290 - 122 ദാറ്റ് ഈസ് 168 ഗ്രാമിന്റെ ടോട്ടൽ ഇൻക്രീസ് ആണ് ഉണ്ടായത്. അപ്പൊ എത്ര തവണ അസറ്റൈലേഷൻ നടന്നു? 168 - 42 എത്രയാ? 4. അപ്പൊ 4 തവണയാണ് അസറ്റൈലേഷൻ നടന്നത്. 4 തവണ അസറ്റൈലേഷൻ നടക്കണമെങ്കിൽ അതിൽ 4 OH ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കണം. Therefore the right answer must be option 4. 4 is the right answer.